നമസ്കാരം. കൊറോണ കാലം അതിൻ്റെ ഭീകരമായിട്ടുള്ള താണ്ഡവമാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നമ്മളോട് സ്നേഹത്തോടെയും നമ്മുടെ ആരോഗ്യത്തെ പ്രതിയും നാടിൻ്റെ നന്മയെ പ്രതിയും പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും കൃത്യമായി അനുസരിച്ച് സുരക്ഷിതരായി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ മക്കളെ അടക്കിയിരുത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാലം ഒരു തടങ്കലിൽ തന്നെയാണ്. ഇതിപ്പോൾ കളി മാത്രമായിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല അല്ലേ. പഠിച്ച കാര്യങ്ങൾ ചിലതൊന്നും ഓർമ്മിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാണിത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി അവർ ലോക്ക്ഡാണ്, പിന്നെ ഇനി പഠിക്കാനും കൂടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട കാര്യമല്ല. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അല്ലേ. അപ്പോൾ വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, സ്പെല്ലിങ്ങുകളൊക്കെ പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു ദിവസം ഒരു 5 സ്പെല്ലിംഗ് എങ്കിലും അല്ലെങ്കിൽ ഒരു 10 സ്പെല്ലിങ്ങും അതിൻ്റെ അർത്ഥവും കുറഞ്ഞത് 5 എണ്ണമെങ്കിലും പഠിക്കാനുള്ളൊരു ചെറിയ കളിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് ശ്രമിക്കുക. വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഗ്രാൻഡ് പേരൻസും എല്ലാം കൂടെ ഇരുന്ന് കളിക്കാവുന്ന ഒരു കളിയാണ്. നമ്മൾ മാതാപിതാക്കൾ പലരും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലത്തിൽ നിന്നും പുറത്തു വന്നിട്ട് വർഷങ്ങളേറെയായി അല്ലേ. കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾക്കും കൂടെയുള്ള ഒരു പഠനമാണെന്ന് പറയാം. ഒരു മത്സരത്തിൻ്റെ സ്പിരിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. അപ്പോൾ ഈ സ്പെല്ലിംഗ് കൊണ്ട് മാത്രമായില്ല, അതൊരു കളി. ഇങ്ങനെയുള്ള പലവിധ കളികളുമായിട്ട് പുറകെ ഞാൻ വരാം. അപ്പോൾ ഒന്ന് ശ്രമിക്കുക. കൂടുതൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെക്കേഷനൊക്കെ ഇങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പോൾ കളി മാത്രമായാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം നമുക്കൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആവാം അല്ലേ. സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ വിട്ടുപോയി, നമുക്ക് എന്താണെങ്കിൽ സ്പെല്ലിംഗ് ആവാം അല്ലേ. അപ്പം ഇങ്ങനെയുള്ള 2-3 സ്പെല്ലിങ്ങിൻ്റെ കളികളിൽ ദിവസം ഒരു 5-6 സ്പെല്ലിംഗ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? ജയിക്കണമല്ലോ അല്ലേ. തോക്കാൻ ആർക്കും ഇഷ്ടമില്ലല്ലോ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ഉഷാൻ്റെ ഉറപ്പായിട്ടും തോറ്റ് തുന്നാൻ പാടും, സംശയം വേണ്ട. എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ കളി ഇതാണ്. ഞാൻ ഒരു വേർഡ് പറയും, ഒരു ഇംഗ്ലീഷ് വാക്ക് പറയും. അതിൻ്റെ ലാസ്റ്റ് ലെറ്റർ 5 പറയണം. ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു വാക്ക് 5 പറയണം. 5 പറയുന്നതിൻ്റെ ലാസ്റ്റ് ലെറ്റർ വെച്ച് ആര് പറയണം? സിത്താര പറയണം. താരുടെ ലാസ്റ്റ് ലെറ്റർ വെച്ച് ഞാൻ പറയണം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ 10 വരെ കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ ആൻസർ പറയാൻ പറ്റില്ലെങ്കിൽ അടുത്ത ആള് പറയണം. അപ്പം അയാൾ എന്തായി? MI. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഔട്ടായി, അല്ലെങ്കിൽ MI, MONKEY മങ്കി അയാൾ തോറ്റു. ആ രീതി വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ അയാൾ ഔട്ടായി എന്നുള്ള രീതിയിൽ കളിക്കാം. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. അപ്പൊ ഷാൻഡി ഫസ്റ്റ് പറയട്ടെ. ഗോഡ്, GOD, ഗോഡ്. ഗോഡ്, ഡോങ്കി. യാക്ക്. കിങ്, ഗോട്ട്. ടെമ്പിൾ. ഈ ആണോ? എലിഫന്റ്. എലിഫന്റ്. കുറച്ച് ഉറക്കെ പറയണേ. ടൈം. ടൈം. ഇലക്ട്രിസിറ്റി. യാക്ക്. കെ. യാക്ക് പറഞ്ഞു. യോക്കാണ് പറഞ്ഞത്. ഞാൻ യാക്ക് പറഞ്ഞു. എപ്പോ പറഞ്ഞു? പറഞ്ഞിട്ടില്ല, അത് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതാ. യാക്ക്. കെ. കൈൻഡ്. ഡി. ഡോക്ടർ. റോക്ക്. റോക്ക്. കെ. 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 കിങ്ഡം. കിങ്ഡം. ഇംഗ്ലീഷില് മാസ്റ്ററാണ്. അപ്പൊ കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അല്ലേ, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ നമുക്ക് പറ്റാറില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസും കൂടെയാണ്. പറ. DM. അപ്പൊ M വെച്ച് താര് പറ. മങ്കി. എനിക്ക് Y വെച്ച് പണി തരുകയാണ് കേട്ടാ. യാൺ. നെറ്റ്. നെറ്റ്. ടമ്മി. ഓക്കെ. വൈ അല്ലേ. വൈ. യെസ്റ്റർഡേ. യാം. M. മൈറ്റി. അമ്മയ്ക്ക് പണി തന്നെയുണ്ടോ? വൈ. യാങ്കി. യാങ്കി എന്ന് പറഞ്ഞാ ഇല്ലേ? അത് നോക്കണം. അത് നമുക്ക് ചെക്ക്. വേണ്ട, അത് ഞാൻ വിട്ടു. ഐ എം സോറി, ഞാൻ അത് വിട്ടു.
വൈ അല്ലേ? എനിക്ക് ആലോചിക്കട്ടെ, അതിനുള്ള സമയമായിട്ടില്ല. വൈ വെച്ചിട്ട് യെൽപ്പ് അതുണ്ട്. പി താര് വൈ നിർത്തിക്കോട്ടോ, അല്ലെങ്കിൽ നിനക്കിട്ട് നീ പണി. ആ ആ അങ്ങോട്ട് പറ. പി വൈ അല്ലേ? അയ്യോ, കൗണ്ട് ചെയ്തോ? മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി, അപ്പൊ എനിക്ക് ആലോചിക്കാൻ മുൻപില്ല. ഞാൻ തോറ്റു എനിക്ക് കിട്ടുന്നില്ല. തോറ്റു. യെല്ലോ പറയായിരുന്നു, ഒക്കെ പറയാൻ ഞാൻ വിട്ടുപോയി. അത് കണ്ടോ, അതാണ് പറയുന്നത്, നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നമുക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പൊ ഉഷേന്റെ തോറ്റേ, ഞാൻ ഔട്ടായി. അതിന് നിങ്ങൾ തമ്മിൽ കളിച്ചോളൂ. അപ്പൊ തുടങ്ങിക്കോ. അപ്പൊ നീ എന്താ പറഞ്ഞ? എല്ലേ? അപ്പൊ എല്ല് വെച്ച് തുടങ്ങും. ഞാൻ ഉഷാന്റെ പറഞ്ഞു. എടാ വൈ തിരിച്ച് അവൾക്ക് പണി കൊടുക്കും, എന്നാലേ കാര്യമുള്ളൂ. നീ വൈ വെച്ച് തിരിച്ചു കൊടുക്കണം. ഇല്ല, പേരുകൾ പറ്റില്ല, കൺട്രി നെയിം പറ്റില്ല, അനിമൽസിന്റെ പേര് പറ്റില്ല, കാരണം അതൊന്നും പറ്റില്ല. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു അല്ലേ? മനസ്സിലെ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഓർമ്മയില്ലല്ലോ. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ 5 ചേച്ചി പറഞ്ഞോ, എന്താണ് നീ പറ? വായി വെച്ച് യാർഡ്. ശരിയാണ്. അപ്പൊ ഈ കളിയിൽ ആര് ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്പെല്ലിംഗ് വെച്ചിട്ടുള്ള ഒരു കളി കളിച്ചു. ഇത് കണ്ടോ, സ്ക്രാബിൾ എന്ന് പറഞ്ഞ ഒരു ബോർഡാണ്, നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ ഇതില്ലാത്തവർ തന്നെ ഈ കളി എങ്ങനെ കളിക്കാന്നുള്ള ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ 2 പേരാണ്, 4 പേര് വരെ ഇത് കളിക്കാം. താരുന് കിട്ടിയോ? VDTAGII. പെട്ടെന്ന് വെച്ചു. ഇത് വെച്ചിട്ടുള്ള ലെറ്റർ വേർഡ്സിന്റെ കോമ്പിനേഷൻസ് ആണ് വെക്കുക. ഇത് പറഞ്ഞ പോലെ കൺട്രി നെയിം പറ്റില്ല, അനിമൽ നെയിം പറ്റില്ല, ആളുകളുടെ പേര് പറ്റില്ല. 4 ഡയറക്ഷനിലേക്ക് വെക്കാം. ഇവിടെ നിങ്ങോട്ട് റീഡ് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് റീഡ് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് റീഡ് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് റീഡ് ചെയ്യാം. അപ്പൊ ഇത് ഇനി ഈ കളി, ഇതിന്റെ നിയമങ്ങളൊക്കെ ഇതിലുണ്ട്, ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഈ അടുത്ത കളി കളിക്കുമ്പോൾ ഈ സെന്ററിൽ വെക്കുമ്പോൾ 4, അതിന്റെ ഡബിൾ വരും. അപ്പൊ 8, 9, 11, 12 ഒരു പോയിന്റ് കിട്ടി. വീണ്ടും ഇത് കിട്ടി, ട്രിപ്പിൾ ലെറ്റർ 3. 12 അല്ലേ? 12 + 3 എത്രയാ? 12 + 3 15, 16, 17, 18, 19, 20, 21 and 22. 22 പ്ലസ് മൊത്തം വെച്ചിട്ടുണ്ടെങ്കിൽ 50 പോയിന്റ്. അപ്പൊ എത്രയായി? 22 + 15 72 അല്ലേ? ഓക്കെ, താരുന് 72. ഇനി നെക്സ്റ്റ് ഞാൻ വെക്കും. എനിക്കിതാണ് ലെറ്റർ കിട്ടിയേക്കുന്നത്. വെച്ചു IN വെച്ചു. അപ്പം റോഡ് വന്നു, ഓണ് വന്നു, ഇന്ന് വന്നു, ആ രീതിയിൽ വെക്കാം. പിന്നെ റിമ്മ് വന്നു, ഇനി എസ്സും എല്ലും ഉണ്ട് അല്ലേ? ഈസ് വെച്ചു. ഞാൻ കളി ലേറ്റ് ആക്കുന്നില്ല. അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ റോഡ് വെച്ചു, റിമ്മ് വെച്ചു, ഇന്ന് വെച്ചു, ഓണ് വെച്ചു. ഓക്കെ, അപ്പം എൻ്റെ പോയിന്റ് നോക്കട്ടെ. എനിക്ക് ആകെ 13 ഉള്ളൂ. താരുന് ONSIXRS
ഈ എക്സും സെഡും വെച്ചുള്ള വാക്കുകൾ ബുദ്ധിമുട്ടാണ്, കുറവാണ്. അപ്പോൾ അതിന് പോയിന്റ്സ് കൂടുതലുമാണ് കേട്ടോ. ഓക്കെ, താരം അത് വെച്ചോ. അപ്പോൾ ഞാനിവിടെ അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ കളി ചെയ്യട്ടെ. അപ്പോൾ സ്ക്രാബിൾ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ സ്ക്രാബിൾ ഇല്ലാത്തവർക്കും ഈ കളി കളിക്കാം അല്ലേ. അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ റോസ് ആൻഡ് കോളംസ് വരയ്ക്കുക. അതൊരു കളിച്ചോ, നോ പ്രോബ്ലം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ എത്ര പേര് വേണമെങ്കിലും ആവാം. ഇതിപ്പോൾ ഇവിടെ താര, ഇവിടെ അമ്മ, ഇവിടെ 2 പേര് തന്നെ കളിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഇത് പക്ഷേ ഇതുപോലെ 7 ലെറ്റർ ഒന്നുമില്ല, ഒറ്റ ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് എഴുതി. ഇതും ഇതേപോലെ തന്നെ സെയിം മീനിങ് ഉണ്ടായിരിക്കണം, ഈ നിയമങ്ങൾ സെയിം തന്നെ. അപ്പം ഞാൻ ഫസ്റ്റ് എഴുതി, എൻ്റെ ടേൺ ആണ്. ഞാൻ എ എന്ന് എഴുതി. എ എന്നുള്ളത് ഒരു മീനിങ് ഫുൾ വേർഡാണ് അല്ലേ. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1 പോയിന്റ് കിട്ടി. അപ്പോൾ താരം എന്തെഴുതും? ഈ സ്ക്രാബിൾ 1 മിനിറ്റ് അവിടെ നിർത്തുക താരു. അപ്പോൾ താരു എന്തെഴുതും? അടുത്ത താരുവിൻ്റെയാണ്, ഒറ്റ ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ. എൻ എഴുതി. അപ്പോൾ താരുവിന് എത്ര പോയിന്റ് കിട്ടി? 2 പോയിന്റ് കിട്ടി അല്ലേ. അപ്പോൾ അടുത്ത എൻ്റെയാണ് അല്ലേ, എൻ്റെ ടേൺ. ഞാൻ എന്തെഴുതി? ഡി എഴുതി. അപ്പോൾ എനിക്ക് എത്ര പോയിന്റ് കിട്ടി? 3 പോയിന്റ് കിട്ടി. അടുത്ത താരുവാണ്. ഇതേപോലെ തന്നെ കേട്ടോ, 4 ഡയറക്ഷനിലേക്ക് നമുക്ക് എഴുതാം. അത് പറ്റില്ല. എന്താ ആൻസ്? എന്താ പ്ലൂറൽ പറ്റില്ല? നോ. അപ്പോൾ താരുവിന് 2. അപ്പം ഞാൻ നോട്ട് എഴുതി, എനിക്ക് 3. അപ്പോൾ താരു എഴുതുക. എഴുത്. ഇത് ഇത്ര പോലും ആലോചിക്കാൻ പറ്റില്ല, പെട്ടെന്ന് എഴുതണം. ചു. താരു അപ്പോൾ 2 എഴുതി. അമ്മ ഇ എഴുതി, നോട്ട്. അമ്മയ്ക്ക് 4 കിട്ടി. ഇനി താരു. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇനി ഇപ്പം അടുത്ത കളി, ഇനി താരു സ്ക്രാബിൾ കണ്ടിന്യൂ ചെയ്തു. അടുത്ത കളി ഇപ്പോൾ നോട്ടായി. ഇപ്പം എന്നാൽ ഡി ആണ്. അപ്പോൾ ഇത് TO N എഴുതി, ടൺ എഴുതി. അടുത്ത ആൾ എന്താ എഴുതാം? അപ്പോൾ ഇങ്ങനെ ആയി അല്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആവാം. ഇതേപോലെ സ്ക്രാബിൾ പോലെ തന്നെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, സെയിം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സ്ക്രാബിൾ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ കടയിലും പോകാൻ പറ്റില്ല, പുറത്തിറങ്ങാത്ത സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ പാരൻസിനോട് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കണ്ട. ഈ ഒരു പേപ്പറും ഉണ്ടെങ്കിൽ 4 പേർക്ക് വരെ, മീൻസ് 4 കൂടുതലാണെങ്കിൽ നമുക്ക് ഈ കളി കളിക്കാം. അപ്പോൾ ഇതല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ സ്ക്രാബിൾ ഉള്ളവർ സ്ക്രാബിൾ കളിക്കുക, അല്ലാത്തവർ ഇത് കളിക്കുക. ഓക്കെ, എന്തൊക്കെ വെച്ചു താരു? അല്ല, നീ കളിച്ചോ, ഞാൻ നോക്കിക്കോളാം. സിമ്മ് വെച്ചു, 6 വെച്ചു, ഓക്സ് വെച്ചു. പോയിന്റ് ഓവർ അടിച്ചെടുത്തല്ലോ. അപ്പോൾ ഫുള്ള് കിട്ടിയില്ലെങ്കിൽ താരുവിന് പോയിന്റ് ഇഷ്ടം പോലെയായി. അപ്പോൾ താരയ്ക്ക് 45 പോയിന്റ്സ് ഉണ്ട്. ഇത് താര കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. താരു തൽക്കാലം നമുക്ക് ഈ കളി നിർത്താം കേട്ടോ, പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക്. കണ്ടോ, ഈ ബോർഡിൽ ഇങ്ങനെ ഓരോ കോമ്പിനേഷൻസ് ഉണ്ട്. ചില ലെറ്റർ വരുന്നതിൻ്റെ താഴെ ഡബിൾ ലെറ്റർ ഉണ്ട്, ട്രിപ്പിൾ ലെറ്റർ ഉണ്ട്, ഡബിൾ വേർഡ് ഉണ്ട്, ട്രിപ്പിൾ വേർഡ് ഉണ്ട്, അങ്ങനെയുള്ള ഉണ്ട്. അപ്പോൾ സ്ക്രാബിൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കുമ്പോൾ ആ ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കർ കൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ എന്താണ്? ഡബിൾ ലെറ്റർ, ഇത് ഡബിൾ വേർഡ്, ഷോർട്ട് ഫോം കൊടുത്താൽ മതി. ട്രിപ്പിൾ വേർഡ്, സെയിം കളി ഇതിൽ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യല്ലേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ കളികളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ.